താലി ഭാഗം 11. രചന സംഭാഷണം രുദ്രപ്രിയ. ഇതൊരു ക്ലാസ് റൂമാണ്. ഇതിനു മുന്നിൽ ഈ വിധത്തിലുള്ള ബഹളം പാടില്ല. കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. സോറി, ഹരി ഭവ്യതയോടുകൂടി ദത്തനോട് പറഞ്ഞു. ഇതെൻ്റെ സിസ്റ്ററാണ് അനാമിക. മാരവാനിയസ് കോളേജിലെ ലിറ്ററേച്ചർ വിഭാഗത്തിലാണ്. ഇപ്പോൾ സെക്കൻഡ് ഇയർ. ഇവിടെ ട്യൂഷന് ചേർക്കാൻ. ഓഫീസിലെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞെങ്കിൽ ക്ലാസ്സിലിരിക്കാം. ഒരയവുമില്ലായിരുന്നു ദത്തൻ്റെ ശബ്ദത്തിൽ. അമ്മു ഒന്നും മിണ്ടാതെ ഹരിയെ നോക്കി ക്ലാസ്സിലേക്ക് കയറി. ജസ്റ്റ് എ മിനിറ്റ്, കുട്ടികളോട് പറഞ്ഞിട്ട് ദത്തൻ ക്ലാസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഡാ, നീ എൻ്റെ മുന്നിൽ ഷൈൻ ചെയ്ത് കളഞ്ഞല്ലോ. അമ്മു ആകെ വിരണ്ട മട്ടാണ്. ഹരി ദത്തനോട് പറഞ്ഞു. പിന്നെ നിന്റെ പെങ്ങളല്ലേ സാധനം. അവളെന്നെ ഒരിക്കൽ റോഡിൽ വെച്ച് കുറച്ചൊന്നുമല്ല വെള്ളം കുടിപ്പിച്ചത്. ആഹാ, അപ്പോൾ നിങ്ങൾ മുന്നേ പരിചയക്കാരാണ്. ഇപ്പോൾ ഞാൻ ആരായി? പിന്നെ പരിചയക്കാര് ഒന്ന് പോടാ. പിന്നെ ആ കഥ പറച്ചിലായി. ഓഹോ, അപ്പം ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ക്ലാസ്സിലിരിക്കട്ടെ, ഞാൻ വൈകുന്നേരം വന്ന് വിളിക്കാം. പിന്നെ നീ ഒരുപാട് വിരട്ടരുത്, എങ്കിൽ പെണ്ണ് നാളെ മുതൽ വരില്ല. ദേവേട്ടൻ വന്നോടാ ട്രിപ്പ് കഴിഞ്ഞ്? ഹരി വാച്ചിലേക്ക് നോക്കി. ഇപ്പോൾ എത്താറായി കാണും. ദേവനും അവന് പിന്നിലായി വരുന്ന ദേവിയിലുമായിരുന്നു ഭവാനിയുടെ കണ്ണുകൾ. ദേവി ചുരിദാറാണ് ധരിച്ചിരുന്നത്. ദേവന്റെ നിർബന്ധപ്രകാരം അമ്മയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു. 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും ശ്രീമതി ആളാകെ മാറിപ്പോയല്ലോ. ഇതെന്താ പുതിയ രീതികളൊക്കെ? ഇതൊന്നും ഇവിടെ പറ്റില്ല. നീ ഇവിടെ സാരി ഉടുത്ത് നടന്നാൽ മതി. അതിന് അമ്മയ്ക്കെന്താ? അവൾക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നതിന് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അമ്മു അവൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ചല്ലേ ഇവിടെ നടക്കുന്നത്. ദേവനും വിട്ടുകൊടുത്തില്ല. അതിന് അമ്മുവും ഇവളും ഒരുപോലെയാണോ? പിന്നല്ലാതെ. അമ്മു ഇവളും തമ്മിൽ എന്താ വ്യത്യാസം? അമ്മു എൻ്റെ സഹോദരി, ദേവി എൻ്റെ ഭാര്യ. ആ വ്യത്യാസമേ ഉള്ളൂ. അമ്മു വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ ധരിക്കുന്ന ചുരിദാർ മാറ്റി സാരി ധരിച്ച് നടക്കണമോ? കാലം മാറിയതിനനുസരിച്ച് കോലം കെട്ടിയില്ലെങ്കിലും അവരവരുടെ ശരീരം മറഞ്ഞു കിടക്കുന്ന വസ്ത്രം ധരിച്ചാൽ മതി. എല്ലാത്തിനും കുറ്റം മാത്രം കാണുന്ന അമ്മയുടെ കാഴ്ചപ്പാടിലാണ് കുഴപ്പം. അയ്യയ്യേ, എന്താ ഇത്? വന്ന് കയറിയപ്പോൾ തന്നെ തുടങ്ങിയോ ഭവാനി? നീ ഒന്ന് വാ അടച്ച് മര്യാദയ്ക്കിരിക്കുന്നുണ്ടോ? അപ്പുറത്തും ഇപ്പുറത്തും അയൽക്കാറുള്ളതാണ്. നീ ഇങ്ങനെ എല്ലാത്തിനും കയറി വഴക്കുണ്ടാക്കാൻ നിന്നാൽ എങ്ങനെയാ? ഏട്ടൻ ഇത് കണ്ടോ ഇവളുടെ വേഷം? ദിവാകരൻ അപ്പോഴാണ് ദേവിയെ ശ്രദ്ധിക്കുന്നത്. ആഹാ, അമ്മാവന് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല മോളെ. നല്ല ഭംഗിയുണ്ട് ഈ വേഷത്തിൽ നിന്നെ കാണാൻ. വീട്ടിനുള്ളിൽ സാരി ഉടുത്ത് നടക്കുന്നതിനേക്കാൾ നിനക്ക് അമ്മുവിനെ പോലെ ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടാൽ പോരെ? കേട്ടല്ലോ അമ്മേ, അമ്മയേക്കാൾ പഴഞ്ചനാണ് അമ്മാവൻ. എന്നിട്ട് അമ്മാവൻ പറയുന്നത് കേട്ടോ? അമ്മാവനെ കനപ്പിച്ച് നോക്കിക്കൊണ്ട് അമ്മ ഉടനെ തന്നെ റൂമിനകത്തേക്ക് പോയി. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ നിൽക്കാതെ നമ്മൾ സ്വയം മാറുന്നതാണ് നല്ലത്. എന്തു പറഞ്ഞാലും നീ മറുപടി പറയാതെ നിൽക്കുന്നത് കൊണ്ടാണ് അവൾക്ക് ഈ എളുപ്പം. അമ്മാവൻ ദേവിയുടെ ഭാഗം പറഞ്ഞു. അന്നത്തെ ദിവസം ദേവൻ ലീവായിരുന്നു. ദേവിയെ കണ്ടതുകൊണ്ട് അമ്മ പിന്നെ അടുക്കള ഭാഗത്തേക്ക് എത്തിയില്ല. വൈകുന്നേരത്തേക്ക് കഴിക്കാൻ എല്ലാവർക്കും ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി വെച്ചു. വന്ന നേരം മുതൽ അവൾ വിശ്രമമില്ലാതെ പണിയെടുക്കുന്നത് കണ്ട് പലതവണ ദേവൻ അടുക്കള ഭാഗത്തേക്ക് ചെന്നു സഹായിക്കാനായി. വേണ്ട ദേവേട്ടാ, ഇവിടെ എനിക്ക് ചെയ്യാവുന്ന പണികൾ മാത്രമേയുള്ളൂ. ഇനി ഇത് കണ്ടിട്ട് മതി അമ്മ അടുത്തത് തുടങ്ങാൻ. എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാണ് ഞാൻ വന്നത്. അമ്പൂട്ടൻ എത്ര നേരമായി കളിച്ചുകൊണ്ടിരിക്കുന്നു. നീ അവന് പാല് കൊടുത്തതുപോലുമില്ലല്ലോ ദേവി. നീ പോയി അവന് പാല് കൊടുത്തിട്ട് വാ. അത് കഴിഞ്ഞ് നീ ഇവിടെ മല മറിച്ചാൽ മതി. ദേവൻ കട്ടായം പറഞ്ഞപ്പോൾ ദേവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി മതിയാക്കി കൈ കഴുകി അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. മുറിയിലേക്ക് വരുമ്പോൾ അമ്പൂട്ടൻ അമ്മാവിൻ്റെ മടിയിലിരുന്ന് കളിക്കുകയാണ്. ദേവി അവനെ എടുത്ത് റൂമിലേക്ക് പോയി. വയറ് നിറയെ പാല് കൊടുത്തു. മയങ്ങി കിടക്കുന്ന ചെറുക്കനെ പതിയെ എടുത്ത് തോളിൽ തട്ടി തൊട്ടിലിൽ കിടത്തി. വീണ്ടും അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേവേട്ടനും അമ്മയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക്. എന്നു മുതലാണ് നീ ഭാര്യയെ സഹായിക്കാൻ അടുക്കളയിൽ കയറി തുടങ്ങിയത്? നിന്റെ അച്ഛൻ മരിച്ച് ഇത്ര കാലം വരെയും ഞാൻ നിന്നെയൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിനായി എങ്കിലും അടുക്കളയിൽ കയറ്റിയിട്ടുണ്ടോ? ഇന്നവൻ ഭാര്യയെ സഹായിക്കാൻ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നു. അമ്മ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞങ്ങളിവിടെ വന്ന നേരം മുതൽ അവൾ അടുക്കളയിലാണ്. ഇപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടാണ് കുഞ്ഞിന് പാല് കൊടുക്കാൻ റൂമിലേക്ക് പോയത്. അല്ലാതെ എന്നെ ജോലി ചെയ്യാൻ ആരും ഏൽപ്പിച്ചിട്ടില്ല. അമ്മ ഇങ്ങനെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ നിന്നാൽ എനിക്ക് ദേവിയെയും കൊണ്ട് മാറി താമസിക്കേണ്ടി വരും.
എനിക്കൊരു ട്രാൻസ്ഫർ ശരിയാകുന്നുണ്ട്. അതും കിട്ടി ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മ ഇവളെ ഇവിടെ ജീവനോടെ വെച്ചേക്കുമെന്ന് ഞാൻ എങ്ങനെ കരുതും? വലിയ കഷ്ടമാണ് അമ്മയുടെ കാര്യം. എന്നെക്കൊണ്ട് കടുത്ത തീരുമാനങ്ങൾ എടുപ്പിക്കാൻ അമ്മ ഇടവരുത്തരുത്. ഓ, അപ്പോൾ അവിടം വരെയൊക്കെ എത്തി കാര്യങ്ങളല്ലേ? നീ അതൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലേ? പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നു അമ്മുവും ഹരിയും. അമ്മ എന്താ നിർത്തിക്കളഞ്ഞത്? കുറച്ചുകൂടി പറയ്. നാണമാവുന്നില്ലേ അമ്മേ ഇങ്ങനെ അമ്മയ്യമ്മ പോര് കാണിക്കാൻ? പത്രത്തിലും ടി വിയിലും മാത്രമല്ല, ഇപ്പോൾ സ്വന്തം വീട്ടിലെ അവസ്ഥ ഇതുതന്നെയാണെന്ന് എനിക്കിവിടെ കയറി വരാൻ പോലും മടിയാണ്. ദേവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ അമ്മു അവനടുത്തേക്ക് ചെന്നു. ഏട്ടത്തിയെ വിളിച്ചുകൊണ്ട് ഏട്ടൻ ഇവിടെ നിന്ന് മാറി താമസിക്ക്, അല്ലെങ്കിൽ ഏട്ടത്തിയുടെ വീട്ടിൽ പോ. അങ്ങനെയെങ്കിലും അല്പം സമാധാനം കിട്ടട്ടെ. ഇങ്ങനെയുണ്ടോ? ദേവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ പുറത്തെ ബഹളം മുഴുവനും കേട്ടുകൊണ്ട് ദേവി ഇരുന്ന് കരയുന്നു. നിറഞ്ഞു പെയ്യുന്ന കണ്ണുകൾ തൂത്തുവിടുമ്പോൾ ദേവൻ മുറിയിലേക്ക് കയറി. അമ്മ പറയുന്നത് കേട്ട് കരയാൻ നിന്നാൽ അതിനേ സമയം കാണൂ ദേവി. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. വേണ്ട ദേവേട്ട, ഒന്നും വേണ്ട, അമ്മയല്ലേ. പക്ഷെ അമ്മയ്ക്ക് തോന്നുന്നില്ലല്ലോ ഇതൊന്നും. ഞാൻ ഓഫീസിലെ കേശവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം സൗകര്യമുള്ള ചെറിയ വീട് കിട്ടിയാൽ ഉടനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും, താമസം മാറ്റും. അതിനിനി വേറെ ചർച്ചയില്ല. ദേവന് ദേഷ്യമടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത് വേണ്ട ദേവേട്ട, ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെയെ കുറ്റം പറയൂ. ഇല്ല ദേവി, എൻ്റെ ഈ തീരുമാനത്തിന് ഇനി മാറ്റമില്ല. അത് മാറ്റാനായി നീ ശ്രമിക്കുകയും വേണ്ട. അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലെ ഹരി ഇതുവരെ എത്തിയില്ലേ സൂസൻ? കമ്പനി CEO ആൻ മാത്യുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ സൂസൻ പുഞ്ചിരിയോടുകൂടി നോക്കി. ഹരി സാർ ഇന്ന് പതിവിൽ നേരത്തെയാണ് മാഡം. ഓ മൈ ഗോഡ്. ആൻ ചിരിയോടെ ചെയറിൽ ചാഞ്ഞു. മാം, ഇന്ന് മീറ്റിംഗ് ഉണ്ട്, മറക്കരുത്. ആൻ മാത്യു CEO ആയി ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യ മീറ്റിംഗാണ്. കരുവേലിയിൽ ജോസഫ് മാത്യു, തൻ്റെ അപ്പച്ചൻ, ഇന്ന് തങ്ങൾ അനുഭവിക്കുന്ന സുഖസമ്പത്തുകളുടെ സൂക്ഷിപ്പുകാരൻ. കരുവേലിയിൽ പ്ലാന്റേഴ്സ്, കരുവേലിയിൽ റെസ്റ്റോറൻറ്റ്, കരുവേലിയിൽ ജുവലേഴ്സ്, കരുവേലിയിൽ ഹോസ്പിറ്റൽസ്, അങ്ങനെ നീണ്ടു കിടപ്പുണ്ട് അപ്പൻ ഉണ്ടാക്കി വെച്ച പ്രസ്ഥാനങ്ങൾ. വയസ്സ് 70 കഴിഞ്ഞു. ഇനി ഒന്നിനും വയ്യെന്ന് പറഞ്ഞ് കരുവേലിയിൽ പ്ലാന്റേഴ്സ്, കരുവേലിയിൽ ഹോസ്പിറ്റലും ആനിനെ ഏൽപ്പിച്ചു. MBA കഴിഞ്ഞ് വന്നതു മുതൽ അപ്പച്ചൻ്റെ ഒപ്പം ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ കൂടി. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ജ്വല്ലറിയും റെസ്റ്റോറൻറ്റും ഇച്ചായനാണ് നോക്കുന്നത്. കരുവേലിയിൽ സണ്ണി മാത്യു, അപ്പൻ്റെ മകൻ. നടപ്പും ഭാവവും എല്ലാം അപ്പച്ചനെ വാർത്ത വെച്ചതുപോലെയാണ് സണ്ണിച്ചായൻ. ഇച്ചായൻ പഠിത്തം കഴിഞ്ഞ് കാള കളിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അപ്പച്ചൻ പിടിച്ച് കെട്ടിച്ചു. അപ്പച്ചൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആൻ്റണി അങ്കിൾ. അങ്കിളിൻ്റെ മോൾ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എൽസ ആൻ്റണി. എൽസ കൊച്ചും സണ്ണിച്ചായനും പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലുള്ളത് കാരണം അവർ തമ്മിൽ നേരത്തെ ചെറിയ അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് അപ്പച്ചന്മാർക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇച്ചായൻ്റെ പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ എൽസ കൊച്ചിനെ കൊണ്ട് ഇച്ചായൻ്റെ മനസ്സമ്മതം നടത്തി. എൽസയുടെ കോഴ്സ് കഴിയാൻ പിന്നെയും 1 വർഷം കൂടി ഉണ്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞതും മിന്നുകെട്ട് നടത്തി. ഇപ്പോൾ 2 വയസ്സുള്ള മോളുണ്ട്, ഞങ്ങളുടെ കുഞ്ഞു രാജകുമാരി മിയക്കുട്ടി. അവൾ വന്നതോടെ ഞങ്ങളുടെ വീട് ആകെ മാറി. അപ്പച്ചനും അമ്മച്ചിയും അവളുടെ പിന്നാലെയാണ്. അപ്പച്ചൻ്റെ ട്രീസ കൊച്ചേ എന്ന വിളി കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം മിയക്കുട്ടി എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അച്ചായൻ്റെ ജീവനാണ് കുറുമ്പി. മോള് വന്നതിൽ പിന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷമുള്ള എല്ലാ പരിപാടികളും നിർത്തി അച്ചായൻ വീട്ടിലിരിക്കും. കൃത്യം വീട്ടിലെത്തുന്നത് കാരണം മോള് കാത്തിരിക്കും. ജ്വല്ലറിയിലെയും റെസ്റ്റോറൻറ്റിലെയും കാര്യങ്ങൾ എൽസയും കൂടിയാണ് നോക്കുന്നത്. സൂസൻ ക്യാൻറ്റീനിലെത്തുമ്പോൾ അവിടെ ഹരി ചായ കുടിച്ചിരിപ്പുണ്ട്. അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി കാര്യമായി എന്തോ ആലോചനയിലാണെന്ന്. അതുകൊണ്ട് തന്നെ സൂസൻ അവനെ ശല്യം ചെയ്തില്ല. രാവിലെ ദേവേട്ടൻ്റെ ഒപ്പം ഓഫീസിലേക്ക് തിരിക്കുമ്പോൾ മറ്റൊരു വീട് മാറി താമസിക്കണമെന്ന് തന്നെയാണ് ഹരി ഉപദേശിച്ചത്. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മയോട് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും വീട് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദേവേട്ടനും വിഷമമുണ്ട്. സഹിക്കാവുന്നതിലപ്പുറമാണ് ദേവേട്ട അമ്മയുടെ ഓരോ പ്രവൃത്തികൾ. പിന്നെ ഏട്ടത്തി ആയതുകൊണ്ട് അത് പുറത്ത് പറയുന്നില്ല. ഏതോ ജ്യോത്സ്യന്മാർ എന്തെങ്കിലും പറഞ്ഞു എന്നാണ് അമ്മ ദേവിയോട് ഈ അകൽച്ച കാണിക്കുന്നത്. എത്രയെന്ന് വെച്ചാൽ എല്ലാം സഹിക്കുന്നത്. എൻ്റെ കുഞ്ഞിനോട് പോലും അമ്മ അവഗണന കാട്ടുന്നുണ്ട്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല ഹരി. ഇന്നലെ അമ്മാവൻ എന്നോട് സംസാരിച്ചു. അമ്മാവൻ്റെ അഭിപ്രായവും വീട് മാറി താമസിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഞാൻ ഓഫീസിലെ കേശവേട്ടനോട് ഒരു വീട് തരപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഉടനെ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. അത് ശരിയാവുകയാണെങ്കിൽ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് മാറും. ഉച്ചഭക്ഷണം കഴിഞ്ഞ് മയങ്ങാൻ കിടന്നതാണ് ഭവാനി.
പെട്ടെന്നാണ് ഞെട്ടിക്കുന്ന സ്വപ്നം കണ്ട് അവർ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റത്. പുറത്ത് അമ്മുവിൻ്റെയും അമ്പൂട്ടൻ്റെയും ഏട്ടൻ്റെയും ശബ്ദം കേട്ടുകൊണ്ട് ഭവാനി ചെന്ന് നോക്കുമ്പോൾ അമ്മു അമ്പൂട്ടനെ തോളിലേറ്റി ആന കളിപ്പിക്കുന്നു. എന്തൊരു ബഹളമാണിവിടെ! മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റില്ല. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ആന കളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഏട്ടനും വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ പെണ്ണിൻ്റെ കൂത്തിനു നിൽക്കുന്നത്? എണീറ്റ് പോ ഈ അശ്രീകാരത്തെയും കൊണ്ട്. കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഭവാനി പറഞ്ഞു. അമ്മേ! അതൊരു അലർച്ചയായിരുന്നു. 4 ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു. അലർച്ച കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതാ ദേവേട്ടൻ. അമ്മ ആരെയാണ് അശ്രീകരമെന്ന് വിളിച്ചത്? എൻ്റെ മോനെയാണോ? അമ്മയുടെ സംസ്കാരം ഇത്രയും അധപ്പതിച്ചു പോയോ? എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനോട് പോലും ശത്രുത വെച്ച് പുലർത്തുന്ന അമ്മയോട് എനിക്ക് പുച്ഛം തോന്നുന്നു. എന്തിനാ അമ്മയെ സ്വയം ഇങ്ങനെ തരം താഴുന്നത്? എന്നെ സ്നേഹിച്ചിരുന്ന അമ്മ ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ വന്ന് കയറുന്നത് തന്നെ എനിക്ക് പേടിയാണ്. എങ്ങനെയാണ് അമ്മയ്ക്ക് ഇങ്ങനെ മാറാൻ കഴിഞ്ഞത്? വീടെടുത്ത് മാറി താമസിക്കാൻ എന്നോട് എല്ലാവരും പറയുമ്പോഴും അമ്മ എൻ്റെ ദേവിയോടും കുഞ്ഞിനോടും അവഗണന കാണിക്കുമ്പോഴുമൊക്കെ പലതവണ ഞാൻ ഇവിടെ നിന്ന് മാറണമെന്ന് കരുതിയതാണ്. പക്ഷെ അന്നെല്ലാം ദേവിയായിരുന്നു എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ മനസ്സുകൊണ്ട് ഞാനിവിടെ വെറുത്തുപോയി. എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് മാറും. തോറ്റുകൊടുക്കാൻ കഴിയില്ല എന്നതുപോലെ ഭവാനിയമ്മ ദേവൻ്റെ മുന്നിൽ നിന്നു. നിന്റെ ഭാര്യയ്ക്ക് ജാതകദോഷമാണ്. അവളുടെ ജാതകദോഷം കൊണ്ട് നിനക്ക് ആപത്ത് സംഭവിക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചത് അമ്മ അറിഞ്ഞില്ലേ? ജനിച്ചാൽ എന്നായാലും മരിക്കും. അതിനിനി പ്രത്യേകിച്ച് ഒരാൾ കാരണമാകണമെന്നില്ല. അതൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് വിശ്വാസങ്ങളിൽ ജീവിക്കുന്നവളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്. ഇനിയും സമയമുണ്ട് ഇവളുമായിട്ടുള്ള നിന്റെ ബന്ധം അവസാനിപ്പിക്കാൻ. കുഞ്ഞിനെ വേണമെങ്കിൽ ചെലവിന് കൊടുക്കാം. നീ ഇവളെ വീട്ടിൽ കൊണ്ടുചെന്നാക്ക്. അമ്മ എന്തൊക്കെ ഭ്രാന്താണ് വിളിച്ച് പറയുന്നത്? വല്ല ബോധവുമുണ്ടോ? ഇവൾ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുമാണ്. ഇവരെ രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. വായി തോന്നിയ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്നവൾക്ക് എത്രമാത്രം വിഷമമുണ്ടാകുമെന്ന് അമ്മ ഒരിക്കലും ആലോചിക്കുന്നില്ല. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദേവിയെയും കൂട്ടി ദേവൻ റൂമിലേക്ക് പോയി. ഇത്രയും നാൾ നീ വായി തോന്നിയ ഓരോന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇത്രയും വിഷം നിന്റെ ഉള്ളിലുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല ഭവാനി. പക്ഷെ ഇന്ന് നീ പറഞ്ഞത് കൂടിപ്പോയി. അമ്പൂട്ടൻ നിന്റെ മകൻ്റെ കുഞ്ഞാണ്. അതെങ്കിലും നിനക്ക് ഓർക്കാമായിരുന്നു. വിവാഹം നടക്കാതെ ചൊവ്വാദോഷമുള്ള ജാതകവുമായി വീട്ടിലിരുന്ന നിന്നെ ഗോപിയളിയൻ വിവാഹം കഴിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയില്ലേ? മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ഏറ്റവും വലിയതെന്ന്. എന്നിട്ട് ആ മകൻ്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ വിലങ്ങുതടിയാകുന്നത് കഷ്ടമാണ്. ആ അച്ഛൻ്റെ മോനല്ലേ അവൻ? അന്ന് വിവാഹത്തെ എതിർക്കാൻ മുന്നിൽ നിന്നവരോടെല്ലാം ഗോപിയേട്ടൻ്റെ അമ്മ പറഞ്ഞത് എന്തായിരുന്നു? എൻ്റെ മകൻ്റെ ഇഷ്ടമാണ് എനിക്ക് വലുത്. ആ അമ്മയുടെ സ്ഥാനത്താണ് നീ ഇപ്പോൾ. ഏകദേശം ഒരാഴ്ചയായി ട്യൂട്ടോറിയൽ ക്ലാസ് തുടങ്ങിയിട്ട്. ക്ലാസ്സിന് വന്നതിന് ശേഷം അമ്മുവിൻ്റെ പഠിത്തത്തിൽ സാരമായ മാറ്റമുണ്ട്. പക്ഷെ ഒരാഴ്ചയായിട്ടും അവൾ ദത്തന് വലിയ രീതിയിൽ മുഖം കൊടുക്കാറില്ല. അത് ദത്തന് മനസ്സിലാവുകയും ചെയ്തു. കോളേജിൽ ഇപ്പോൾ കൂട്ടുകാർ അമ്മുവിനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് കളിയാക്കും. എന്നാൽ 1-2 ദിവസമായി അമ്മുവിൻ്റെ മുഖം മ്ലാനമാണ്. അതിൻ്റെ കാരണം കൂട്ടുകാർക്കിടയിൽ ചർച്ച ചെയ്യുകയാണ്. എടാ, ഞാൻ പറയുന്ന സത്യമാണ്. 1-2 ദിവസമായി അവൾ ആകെ ഗ്ലൂമിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. നാദിറ സ്റ്റീഫനെയും വിഷ്ണുവിനെയും നിമ്മിയെയും പിടിച്ചിരുത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു. എടി, ഞങ്ങൾ നിൻ്റെ ഒപ്പമല്ലേ അവളോട് ചോദിച്ചത്? അവൾ പറയാതിരുന്നാൽ പിന്നെ എങ്ങനെയാ? സ്റ്റീഫന് ദേഷ്യം വന്നു. നമുക്കിടയിൽ ഇതുവരെ മറച്ചു വയ്ക്കലുകളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അവൾക്ക് എന്താണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ. വിഷ്ണുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ അമ്മുവിൻ്റെ മുഖം കുനിഞ്ഞു. എടി, നീ എന്തിനാണെങ്കിലും കാര്യം പറയ്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതുവരെ നമ്മൾ അങ്ങനെയല്ലേ എല്ലാം ചെയ്തത്. എന്ത് കാര്യമുണ്ടെങ്കിലും പരസ്പരം അത് പറഞ്ഞ് പരിഹരിക്കും. നിനക്കിപ്പോൾ എന്താ പ്രശ്നം? എനിക്കൊരാളെ ഇഷ്ടമാണ്. അമ്മു അങ്ങനെ പറഞ്ഞപ്പോൾ 3 പേരും ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. അമ്പടി മിണ്ടാപ്പൂച്ചയെ, കലമുടച്ചോ? നീ എന്താ ഇതുവരെ ഞങ്ങളോട് പറയാത്തത്? നിമ്മിയും നാദ്രയും കണ്ണും തള്ളി അമ്മുവിനെ നോക്കി. ആരാടി അവൻ? നിന്റെ ഹൃദയം കവർന്ന ആ പ്രാണി? ശോ, നാ കുളുക്കി. നിമ്മി തലയിൽ തട്ടി. ആ പ്രാണേശ്വരൻ. അപ്പോഴേക്കും അവളെയും തിരക്കി റാം അവിടേക്ക് വന്നു. എല്ലാവരുടെയും നോട്ടം അവിടേക്കായി. ഹായ് അനാമിക, 1 മിനിറ്റ്. അമ്മു കീ കൊടുത്തു വിട്ട പാവയെ പോലെ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് റാമിന് പിന്നാലെ പോയി.
ബാക്കിയുള്ളവർ തുറന്നു വെച്ച വായ അടയ്ക്കാൻ പോലും മറന്ന് അങ്ങനെയിരുന്നു. അനുസരണയുള്ള കുട്ടിയെപ്പോലെ റാമിന് പിന്നാലെ അമ്മു നടന്നു. ഗ്രൗണ്ടിനടുത്തുള്ള സ്റ്റെപ്പിലെത്തിയപ്പോൾ ഇരുവരും അവിടെയായിരുന്നു. ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ മറുപടി എന്താണെന്ന് അറിയാനാണ് വിളിച്ചത്. തുടരും രുദ്രപ്രിയ. പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്, വേൾഡ് ഓഫ് രുദ്രപ്രിയ. അതിലും എൻ്റെ സ്റ്റോറീസ് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും അതുകൂടി വായിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ കൂട്ടുകാരെ.